ഈ പെരുന്നാൾ ഓർമ്മകൾ എന്ന് പറയുന്നതേ ഒരു ജാതി വൈബാണ് കേട്ടോ. എത്ര പറഞ്ഞാലും തീരാത്ത ഓർമ്മകളാണ് ഞങ്ങളുടെ മിഖായിൽ മാലാഖയുടെ പെരുന്നാളിനുള്ളത്. ഇപ്പം കാറിലും സ്കൂട്ടറിലൊക്കെ ആയിട്ടാണ് പള്ളിയിലെത്തണത്. ഒരു 10-45 കൊല്ലം മുമ്പാണെങ്കിൽ 3 കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ ഈ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് കോട്ടപ്പുറം പള്ളിയിലെത്തണത് കേട്ടോ. അന്ന് അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 3 പെൺമക്കളും കൂടി കുർബാനയ്ക്ക് മുമ്പ് എത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നൊരു നടത്തമുണ്ട്. എങ്ങനെ ഇച്ചിരി പതിയായി കഴിഞ്ഞാൽ ഒന്ന് വേഗം നടക്കണമെന്ന് പറഞ്ഞ അമ്മച്ചി വഴക്കം പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നൊരിത്. പക്ഷേ അന്നൊക്കെ അങ്ങനെ കൊണ്ടുപോയതിൻ്റെ ഒരു ഓർമ്മയുണ്ടല്ലോ. അല്ലെങ്കിൽ അതൊക്കെ തന്നെയാണ് ഇന്നും പെരുന്നാൾ കൂടാനുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ കാരണം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. മാതാവിൻ്റെ നൊവേന ദിവസങ്ങളിൽ എൻ്റെ അമ്മാമ്മയാണ് എന്നെ കയ്യും പിടിച്ച് കൊണ്ടുപോവുക, അതായത് ശനിയാഴ്ച. അന്ന് അപ്പാപ്പനും അമ്മാമ്മയും അപ്പച്ചനും അമ്മച്ചിയൊക്കെ തന്നിട്ടുള്ള ആ ഒരു പാഠങ്ങളാണ് ഇന്ന് ജീവിതത്തിൽ കുറേയൊക്കെ പ്രാവർത്തികമാക്കാനായിട്ട് നോക്കുന്നത്. ആ ഇഷ്ടങ്ങൾ തന്നെ ഇപ്പോഴും അതേ ഇഷ്ടത്തോടു കൂടി നിൽക്കണോണ്ട് തന്നെയാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി പള്ളിയിൽ പോകാനും പെരുന്നാളുകൾ കൂടാനൊക്കെ സാധിക്കുന്നത് കേട്ടോ. ഓരോ വർഷം ചെല്ലുന്തോറും പെരുന്നാളുകൾ ഗംഭീരമായിട്ട് വരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. അത് ഏത് പള്ളി എടുത്താലും ഇപ്പം അങ്ങനെ തന്നെയാണ്. ആളുകളുടെ എണ്ണം കൂടി വരുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുർബാനയും പ്രദക്ഷിണവും കഴിഞ്ഞ് വന്ന് വെടിക്കെട്ടും ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെണ്ടമേളവും ബാൻഡ് സെറ്റൊക്കെ കണ്ട് അതിൻ്റെ കൂടെ ഒന്ന് തുള്ളി അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടാലാണ് പെരുന്നാളിൻ്റെ വൈബ് പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തുള്ളൂ കേട്ടോ. ഇക്കൊല്ലത്തെ പെരുന്നാൾ നല്ല രീതിയിൽ ആസ്വദിച്ചു എന്ന് വേണം പറയാനായിട്ട്. കൂടുതൽ ദിവസം കുർബാനയ്ക്ക് വരാനും പറ്റി, പ്രദക്ഷിണത്തിലൊക്കെ ഭംഗിയായിട്ട് പങ്കുകൊള്ളാൻ പറ്റി. മഴയുണ്ടായിരുന്നെങ്കിലും പ്രദക്ഷിണമൊന്നും തടസ്സപ്പെടാത്ത രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ. പ്രകൃതി അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്തും അനിയത്തിയുടെ വീട്ടിലുമായിട്ടാണ് ഇക്കൊല്ലത്തെ പെരുന്നാൾ ആഘോഷം. ചെണ്ടമേളം കഴിഞ്ഞതിൻ്റെ ഒച്ചയാണ് കേട്ടോ കേൾക്കുന്നത്. ഞങ്ങളുടെ പള്ളിയുടെ ഫ്രണ്ടിലുള്ള മിഖായിൽ മാലാഖയുടെ രൂപമാണത്. പണ്ട് പെരുന്നാളിന് പോകുമ്പോൾ ഏറ്റവും ആദ്യം വാങ്ങിക്കണ സാധനം ഈ കളർ മിഠായിയാണ് കേട്ടോ. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്.